Hey guys, welcome back to Leksha School Plus. Myself, Muhammad Nisham. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാൻ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ +1 എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് സർവീസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്, ദാറ്റ് ഈസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ളത്. ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം 7 പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. 7 പ്രിൻസിപ്പിൾസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്. രണ്ടാമതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. നാലാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. അഞ്ചാമതായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. ആറാമതായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ലോസ് ഓഫ് മിറ്റിഗേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് കോസ പ്രോക്സിമ. ഇങ്ങനെ നമുക്ക് ഏകദേശം 7 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കോഡൊക്കെ ആക്കിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഡിസോർഡർ ആക്കിയിട്ടാണ്, ഈ ഒരു ഓർഡറിലല്ല, ഡിസോർഡർ ആക്കിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കോഡ് വെച്ചിട്ടുണ്ട്, മ്യൂസിക് IC. മറന്നു പോയത് മ്യൂസിക് IC. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം എന്താണ് 7 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മ്യൂസിക് ICയിൽ M ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. M കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഏതാ? മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. എന്താണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദി ഇൻഷുർഡ് ഈസ് എക്സ്പെക്ടഡ് ടു ടേക്ക് റീസണബിൾ കെയർ ടു പ്രൊട്ടക്ട് ദി ഇൻഷുർഡ് പ്രോപ്പർട്ടി ഫ്രം ലോസ് ഓർ ഡാമേജ്. നമ്മളൊരു ഇൻഷുറൻസ് ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ മാക്സിമം അതിനെന്താക്കണം? കെയർ കൊടുക്കണം. നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഇൻഷുറൻസ് ഉണ്ടല്ലോ കുഴപ്പമില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നമ്മൾ അതിനെന്താക്കണം? മാക്സിമം കെയർ കൊടുക്കണം. നമ്മൾ കെയർ കൊടുത്തിട്ടാണ് അതിന്റെ മുകളിൽ ആക്സിഡന്റോ ഡാമേജോ ലോസോ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു കാരണവും ഇല്ലാണ്ട് നമ്മൾ അത് കേടുപാട് സംഭവിപ്പിക്കുകയാണെങ്കിൽ, അതിന് നമ്മൾ കെയർ കൊടുക്കാണ്ട് അതിന് കേടുപാട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് ആ ഇൻഷുറൻസ് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വണ്ടി വാങ്ങി, നമ്മൾ വണ്ടി പ്രോപ്പറായിട്ട് ഇൻഷുറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു, നമ്മൾ ഒരു കരുതി കൂട്ടിക്കൊണ്ട് നമ്മൾ ഒരു ആക്സിഡന്റ് ഉള്ള സ്ഥലങ്ങൾ, ഒരു ആക്സിഡന്റ് നമ്മൾ അതിന് സംഭവിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടി കെയറോ കാര്യമോ വണ്ടി മാറ്റി വെക്കാനോ ഒന്നും നമ്മൾ ചെയ്തില്ല. അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ വണ്ടി ആക്സിഡന്റ് പോയി ക്ലെയിം ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് പ്രകാരം നമുക്കത് ആക്സെപ്റ്റബിൾ അല്ല, നമുക്ക് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മാക്സിമം കെയർ കൊടുക്കുക. ഓക്കെ, അത് ഡാമേജും ലോസും വരുന്നതിൽ നിന്ന് കെയർ കൊടുക്കുക എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ സംഭവത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്നുള്ള വാക്കുകൊണ്ട് പ്രധാനമായിട്ട് പറയുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല വൈ ഷുഡ് ഐ വറി, ഐ ഹാവ് ആൻ ഇൻഷുറൻസ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഐ ഹാവ് ആൻ ഇൻഷുറൻസ്, വൈ ഷുഡ് ഐ വറി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താക്കണം? എപ്പോഴും ഉദ്ദേശിക്കേണ്ട കാര്യം നമ്മൾ എന്താക്കണം? ഓക്കെ, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഇൻഷുറൻസ് ഉണ്ടായത് കൊണ്ട് ഞാൻ അതിനെ ശ്രദ്ധിക്കേണ്ട എന്ന് നമ്മളോട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ M കൊണ്ട് നമ്മൾ ഇവിടെ ഒരു മിറ്റിഗേഷൻ ഓഫ് ലോസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വേറെ തന്നെ ഒരു വീടിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂലേ. ഓക്കെ, വീട് ഒലിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു ബോയ് ഇട്ടിട്ടുണ്ട്, അതിനൊരു പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ലോസ് ഉണ്ടായാൽ അതിനെന്താണ്? നമ്മൾ ആ ഡാമേജിന് നമ്മൾ ഒരിക്കലും നമ്മൾ കാരണം കൊണ്ടാവരുത് ഡാമേജ് ഉണ്ടാവുന്നത്. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ? രണ്ടാമത്തെ പ്രിൻസിപ്പിളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതായത് നമുക്കിവിടെ 2 ആളുകളാണ് ഒരു ഇൻഷുറൻസിലേക്ക് കടക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. ഇൻഷുർഡും ഉണ്ട്, ഇൻഷുററും ഉണ്ട് അല്ലെ. 2 ആളുകൾ നമുക്ക് കാണാൻ പറ്റും. 2 പാർട്ടീസ് ആണല്ലോ. ഇവർ തമ്മിൽ എന്തായിരിക്കണം? അബ്സല്യൂട്ട് ഹോണസ്റ്റ്ലി ആയിരിക്കണം 2 പേരും. അതായത് 2 പേർക്കും പരസ്പരം നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കണം ഈ ഇൻഷുറൻസിലേക്ക് ഈ ഒരു എഗ്രിമെന്റിലേക്ക് അവർ കടക്കേണ്ടത്. അതായത് ഇൻഷുർഡിന്റെ ഭാഗത്തു നിന്നും ഇൻഷുർഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് വേണം. അതേപോലെ തന്നെ ഇൻഷുററുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷുററും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ്, ഇൻഷുറൻസിന്റെ ക്ലെയിം എത്രയാണ്, എപ്പോഴാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ കമ്പനിയുടെ
വ്യക്തിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയുടെ കേസിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസുകൾ, അദ്ദേഹത്തിന്റെ മറ്റു പ്രശ്നങ്ങൾ എല്ലാം അതുമായി ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അദ്ദേഹവും പറഞ്ഞിരിക്കണം. എന്നിട്ട് രണ്ടുപേരും പരസ്പരം നല്ല ധാരണ ഉണ്ടായിരിക്കും. ഓക്കെ, റെഡിയാണ് എന്നുള്ളത്. ഇനി പിന്നീട് നമ്മൾ ഇൻഷുറൻസ് എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയി ഒരാൾ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്, ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഷുറൻസ് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് വർത്താനം പറയാൻ പാടില്ല. നമ്മൾ എന്ത് അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താവും, ഇൻഷുറൻസ് തള്ളിപ്പോകുന്നതാണ്. രണ്ടുപേരും ഓക്കെ ആണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻഷുറൻസ് മുന്നോട്ട് പോകാം, ക്ലെയിം ചെയ്യാനും ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. അപ്പം രണ്ട് പാർട്ടീസിനും നല്ല രീതിയിൽ അബ്സല്യൂട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഇനി അടുത്ത എന്താ പറഞ്ഞത്, ബോത്ത് പാർട്ടീസ് ആർ ലയബിൾ ടു ഡിസ്ക്ലോസ് ഓൾ ദി മെറ്റീരിയൽ ഫാക്ട് നോൺ ടു ഇൻഷുറൻസ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെറ്റീരിയൽ ഫാക്ടുകൾ, അതായത് അതിന്റെ ഡൂസും ഡോൺസും എന്തൊക്കെയുണ്ടോ അതെല്ലാം പറയാം. ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്തതും അക്സെപ്റ്റഡ് ആയിട്ടുള്ളതും അക്സെപ്റ്റബിൾ അല്ലാത്തതും എല്ലാ കാര്യങ്ങളും രണ്ട് പാർട്ടീസും അതിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അപ്പോഴേ രണ്ട് പാർട്ടിക്കും ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കുള്ളൂ, ഇൻഷുറൻസ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ രണ്ടു പേർക്കും ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സെഗ്മെന്റ്, ഇങ്ങനെയൊരു പ്രിൻസിപ്പിൾ പ്രധാനമായിട്ട് നമ്മൾ ഇൻഷുറൻസിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇഫ് ദർ ഈസ് നോൺ ഡിസ്ക്ലോഷർ ഓർ മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് എനി മെറ്റീരിയൽ ഫാക്ട് ദി അഗ്രിമെന്റ് വിൽ ബി ഇൻവാലിഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്തെങ്കിലും പിന്നീട് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പിന്നീട് അറിയുകയാണെങ്കിൽ ഈ ഒരു എഗ്രിമെന്റ് കംപ്ലീറ്റ്ലി എന്താവും, ഇൻവാലിഡ് ആവും ബിറ്റ്വീൻ ദി ഇൻ ഫ്രണ്ട് ഓഫ് ലോ. പിന്നെ നമ്മൾ കോടതിയിൽ പോയിട്ടോ കേസ് വാദിച്ചിട്ടോ ഒന്നും കാര്യമില്ല, ഇൻഷുറൻസ് പിന്നെ നിലനിൽക്കില്ല, രണ്ടുപേരും തമ്മിൽ പ്രശ്നത്തിലായി മാറും. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ യു ട്ടോ. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് എം പറഞ്ഞു, മിറ്റിഗേഷൻ ഓഫ് ലോസ് പറഞ്ഞു, രണ്ടാമത്തത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് പറഞ്ഞു. ക്ലിയർ ആണല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമതാണ് സബ്രോഗേഷൻ. അതായത് എന്താണ് സബ്രോഗേഷൻ ഒന്ന് നോക്കട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ അടുത്ത എസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ, ആഫ്റ്റർ ദി ഇൻഷുർ ഈസ് കോമ്പൻസേറ്റഡ് ഫോർ ദി ലോസ് ഓഫ് ഡ്യൂ ടു ദി ഡാമേജ് ടു ദി പ്രോപ്പർട്ടി ഇൻഷുർഡ്, ദെൻ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് സച്ച് പ്രോപ്പർട്ടി പാസസ് ടു ദി ഇൻഷുറർ. ഇപ്പോൾ നമ്മുടെ ഇൻഷുറർ അല്ലെ, നമ്മുടെ കമ്പനിയാണ് ആര്, നമ്മുടെ ഇൻഷുറർ അല്ലെ. കമ്പനി എന്താക്കി, നമുക്കൊരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് തന്നു. ഓക്കെ, ഏകദേശം ഒരു 1 lakh rupees ഒരു ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്ത് തന്നു. ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ നമുക്ക് ഡാമേജ് ഉണ്ടായി, ഒരു 1 lakh rupees അടുത്ത് നമുക്ക് റിസീവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയാണെന്ത്, ഓക്കെ പിന്നീട് ആ ഡാമേജ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആ ഡാമേജ് പ്രോപ്പർട്ടിന്റെ മുകളിൽ നമുക്ക് ഒരു റൈറ്റും കാര്യങ്ങളോ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വണ്ടി, ഓക്കെ ഞാനൊരു ബൈക്ക് എടുത്തു, ഈ ബൈക്കിന് ഏകദേശം എന്താണ്, ഞാൻ ഒരു 1 lakh മുകളിൽ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട്. ബൈക്കിന് എന്ത് പറ്റി, ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി 1 lakh ലോസ് ഉണ്ടായി. അത് ഇൻഷുറൻസ് കമ്പനി എനിക്ക് തരുകയും ചെയ്തു. പിന്നീട് ആ സ്ക്രാപ്പ് ഐറ്റം ഉണ്ടല്ലോ, ഓക്കെ ഡാമേജ് പറ്റിയ ആ ഒരു ഐറ്റം എനിക്ക് പിന്നെ ഓണർഷിപ്പോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിന്റെ മുകളിൽ പിന്നെ ഞാൻ പ്രോഫിറ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല, അത് വിൽക്കാനോ ചെയ്യാനൊന്നും പാടില്ല. അതിന് ഓണർഷിപ്പ് നേരെ അങ്ങോട്ട് പോകും. ആ ഇൻഷുറൻസ് കമ്പനി ആരാണോ, അതായത് ആ ഇൻഷുറർ ആരാണോ, അവരുടെ മുകളിലേക്ക് പാസ് ചെയ്യപ്പെടുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇതിനാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് പറയാ, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഓണർഷിപ്പും കാര്യങ്ങളും ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കമ്പനി ആരാണോ, കൊടുത്തിട്ടുള്ള കമ്പനി ആരാണോ, അവരിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും ആഫ്റ്റർ ദി ഡാമേജ് ഓഫ് ദി പ്രോപ്പർട്ടി. ഓക്കെ ക്ലിയർ ആണല്ലോ. ഇനി എന്താ നെക്സ്റ്റ് പറഞ്ഞത്, ഇഫ് ദി ഡാമേജ് പ്രോപ്പർട്ടി ഹാസ് എനി വാല്യൂ ലെഫ്റ്റ് that cannot be given to the insured. എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 lakh ഇൻഷുറൻസ് എടുത്തത്, മേ ബി ചിലപ്പോൾ എന്താവും 1 lakh ലോസ്, 1 lakh ലോസ് സംഭവിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ എനിക്ക് 1 lakh കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു സംഭവത്തിന് മുകളിൽ ചില സ്ക്രാപ്പും കാര്യങ്ങളും ഉണ്ട്. അത് വിറ്റാൽ ചിലപ്പോൾ എനിക്ക് ഒരു 10,000 ഇങ്ങോട്ട് കിട്ടും എന്ന് വിചാരിക്കാം. പക്ഷെ ആ 10,000 വേണ്ടിയിട്ട് ഞാൻ എന്താക്കരുത്, അത് പിന്നെ വിൽക്കാനോ കാര്യങ്ങളോ ഒന്നും ആര് പാടില്ല, ഇൻഷുർഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് അതിന്റെ ഓണർ ആരാണോ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതിന്റെ റൈറ്റ് ആയിരിക്കും ഈ ഇൻഷുറർക്കാർക്ക്, അതായത് ആ കമ്പനിക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള സംഭവത്തിന് നമ്മൾ വിളിച്ച പേരാണ് ഇൻഷുറൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞിട്ടോ. ദിസ് ഈസ് ബിക്കോസ് ദി ഇൻഷുറർ ഷുഡ് നോട്ട് അലോ ടു മേക്ക്
any profit by selling the damaged properties. അപ്പം ഇൻഷുറർക്ക് എന്തില്ല, ഈ ഒരു പ്രോപ്പർട്ടി പിന്നെ വിൽക്കാനോ അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാനോ ഒന്നും തന്നെയുള്ള റൈറ്റ് ഇല്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഷുർഡ് കമ്പനിക്ക്, ഇൻഷുർ ആയിട്ടുള്ള കമ്പനി ആരാണോ അവർക്ക് പോയിട്ട് ഇൻഷുർഡിന്റെ മുകളിൽ പോയി കേസ് കൊടുക്കാനും അതിന്റെ മുകളിൽ പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ ഈ ഇൻഷുറൻസ് കട്ട് ചെയ്യാൻ വരെയുള്ള റൈറ്റ് ആയിരിക്കുന്നുണ്ട് ആ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ആ പ്രോപ്പർട്ടിന്റെ മുകളിൽ പിന്നെ ഒരു തരത്തിലുള്ള പ്രോഫിറ്റ് മേക്കിംഗോ ആര് പാടില്ല, ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുർഡ് ചെയ്യാൻ പാടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. ക്ലിയർ ആണല്ലോ? ഇതാണ് മൂന്നാമത്തെ കാര്യം കേട്ടോ. ഇനി നാലാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ദാറ്റ് ഇൻ കേസ് ഓഫ് ലോസ് ദി ഇൻഷുർഡ് ഷാൾ ബി കോമ്പൻസേറ്റഡ് but the amount of compensation shall never be more than the actual loss. Okay, ഒരു ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ലോസ് ഉണ്ടായി. ഓക്കെ, ആ ലോസ് ഇപ്പോൾ ഇൻഷുറൻസ് നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു, ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു 2 കോടി രൂപന്റെ ഇൻഷുറൻസ് നമ്മൾ എടുത്തു, 2 crore rupees ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലോസ് സംഭവിച്ചത് ആകെ 1 crore rupees മാത്രമാണ്. ഓക്കെ, സോ ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ നമുക്ക് എന്തേ പറ്റുള്ളൂ, 1 crore മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എത്രയാണോ ലോസ് സംഭവിച്ചത് ആ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇൻഷുറൻസ് എടുത്തത് 2 crore ആണെങ്കിൽ 2 crore തന്നെ കിട്ടണം എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് എന്തേ കിട്ടുള്ളൂ, എത്രയാണോ നമുക്ക് ഡാമേജ് സംഭവിച്ചിട്ടുള്ളത് ആ ഡാമേജ് എമൗണ്ട് മാത്രമേ നമുക്ക് ഇൻഷുർഡ് ആക്കിയിട്ട് മീൻസ് ഇൻഷുറൻസിലൂടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതുള്ളൂ. It does not that the insurer is not allowed to make any profit out of his loss. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ ഒരിക്കലും തന്നെ പ്രോഫിറ്റോ കാര്യങ്ങളോ പിന്നീട് എടുക്കാൻ വേണ്ടി പാടില്ല. According to this principle, the insured is entitled to recover an amount of actual loss or insured sum whichever is less. ഒന്നെങ്കിൽ നമ്മൾ എന്താക്കാൻ പറ്റും, ആക്ച്വൽ ലോസ് എത്രയാണോ ആ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇൻഷുർഡിന്റെ സം, അതായത് നമ്മൾ ആക്സിഡന്റ് നമ്മുടെ ലോസിൽ നിന്നും ഒരു ഏകദേശം ഒരു എമൗണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കമ്പനി ഓഫർ ചെയ്യുന്ന ആ ഒരു എമൗണ്ട്. അല്ലാതെ നമുക്ക് എന്താക്കാൻ പറ്റും, ഏതാണോ കുറവുള്ളത് അതേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ 2 crore rupees നമ്മൾ ഇൻഷുർ ചെയ്തിക്കണേ, നമുക്ക് ലോസ് ഉണ്ടായിട്ടുള്ളത് 1 crore ആണ്. അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 1 crore ആണ് ലോസ് ഉണ്ടായത്. ഇത് നമുക്ക് എന്താക്കാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഓക്കെ, അപ്പം ഇങ്ങനെ ഏതാണോ കുറവുള്ളത്, ഇൻഷുർഡ് സമ്മോ അല്ല അതോ അല്ലെങ്കിൽ നമ്മൾ ലോസ് എത്രയാണോ അതിൽ ഏതാണോ കുറവുള്ളത് അതേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇൻ കേസ് നമ്മൾ 2 crore ഇൻഷുർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ലോസ് വന്നത് 3 crore അടുത്താണ് വന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെ എത്ര ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, 2 crore ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 2 crore ക്ലെയിം ചെയ്തത്. ഈ ഒരു സംബന്ധം നമ്മൾ ഇൻഷുർഡ് സം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ആക്ച്വൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 1 crore ആയിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ 2 കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. നമുക്ക് എത്രയാണോ ലോസ് ഉണ്ടായത് ആ ലോസ് എമൗണ്ട് മാത്രം നമ്മൾ എന്താക്കാം, സ്വീകരിക്കാം. ഇനി നമ്മുടെ ലോസ് ഉണ്ടായത് ഇൻഷുർ എമൗണ്ടിനേക്കാൾ മുകളിലാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻഷുർ എമൗണ്ട് എത്രയാണോ അത് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇങ്ങനെ പറ്റുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഓൾ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആർ ഇൻഡെംനിറ്റി. നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ഏത് ഈ ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ, അത് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്രിൻസിപ്പിളിലും പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. കാരണം ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ലോസ് ആയി കഴിഞ്ഞാൽ ലോസ് തന്നെയാണ്. അതിൽ പിന്നെ നമുക്ക് കോമ്പൻസേഷൻസ് എത്ര കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇൻഷുറൻസ് ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് എവിടെ പോസിബിൾ അല്ല, ലൈഫ് ഇൻഷുറൻസിൽ പോസിബിൾ അല്ല. ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസിലും നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ, ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ പോസിബിൾ ആവുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതിന്റെ മീനിങ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇൻ കേസ് ഓഫ് ദാറ്റ് ഇൻഷുർഡ് കോമ്പൻസേഷൻ ഷാൽ നെവർ ബി മോർ ദാൻ ദി ആക്ച്വൽ ലോസ്. അതാണ് ഇൻഡെംനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോമ്പൻസേഷൻ ഷാൽ നെവർ ബി മോർ ദാൻ ദി ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മളിപ്പോ എത്ര പറഞ്ഞു, 4 പറഞ്ഞു അല്ലെ. ഓക്കെ, ഫസ്റ്റ് വൺ മിറ്റിഗേഷൻ പറഞ്ഞു, പിന്നെ രണ്ടാമത് അറ്റ്മോസ് ഗുഡ് ഫെയ്ത്ത് പറഞ്ഞു, സബ്രോഗേഷൻ പറഞ്ഞു, ഇൻഡെംനിറ്റി പറഞ്ഞു. ഇനി അടുത്തതാണ് നമ്മുടെ 5ാമതാണ് സി. സി മീൻസ് കോസ പ്രോക്സിമ. പ്രോക്സിമേറ്റ് ദി കോസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എന്താണ് കോസ പ്രോക്സിമ? ഓക്കെ, ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താ, ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ വെൻ ദി ലോസ് ഈസ് ദി റിസൾട്ട് ഓഫ് 2 or more causes.
ഓക്കെ, ഈ കോസ പ്രോക്സിമ നമ്മൾ പറയുന്ന പ്രോക്സിമേറ്റ് ദി കോസ് എന്നൊക്കെ പറഞ്ഞ ഈ പ്രിൻസിപ്പിള് നമുക്കിവിടെ പോസിബിൾ ആവുന്നത് രണ്ടിൽ കൂടുതൽ ഇൻസിഡന്റ് കാരണം കൊണ്ടാണ് നമുക്ക് ലോസ് ഉണ്ടായത് എന്നുണ്ടെങ്കിലാണ് ഈ പ്രിൻസിപ്പിൾ ഉണ്ടാവുക. ഓക്കെ, ഒരു ഇൻസിഡന്റിനെ നമുക്കിവിടെ പ്രസക്തി ഇല്ല, കാരണം സാധാ ഇൻഷുറൻസ് പോലെ പോകും. രണ്ടിൽ കൂടുതൽ ഒരു ഇഷ്യൂസ് സംഭവിച്ച് എന്നിട്ടാണ് നമുക്ക് എന്താവുന്നത് ഈ ഒരു ലോസ് ഉണ്ടായത്. ഓക്കെ, ഒരു ഇൻസിഡന്റ് ഉണ്ടായി, കുറച്ച് ലോസിന്റെ മുകളിൽ ഉണ്ടായി, അടുത്ത ഇൻഷുറൻസ് ഉണ്ടായി, വലിയ ലോസ് സംഭവിച്ചു. രണ്ട് കോസ് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലോസ് ഉണ്ടായതെന്ന് വിചാരിക്കാം. ആ സമയത്താണ്, ആ സിറ്റുവേഷനിലാണ് നമുക്ക് ഈ കോസ പ്രോക്സിമ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ആക്റ്റീവ് ആവുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഇൻഷുറർ പേസ് ദി ക്ലെയിം മണി ഓൺലി ഇഫ് ദി നിയറസ്റ്റ് കോസ് ഈസ് ഇൻഷുർഡ് അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ. നമുക്ക് ഈ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, ഇവിടെ രണ്ട് റീസൺസ് നമ്മൾ പറയുന്നുണ്ടല്ലോ, രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ ഫസ്റ്റ് എ എന്നുള്ള ഒരു കാറ്റഗറിയും കൊടുത്തു, ബി എന്നുള്ള ഒരു കാറ്റഗറി, രണ്ട് റീസൺസ് നമ്മൾ പറഞ്ഞു. ഈ രണ്ട് റീസൺ സംഭവിച്ചപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത്? ലോസ് സംഭവിച്ചത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ളത് നമ്മൾ എവിടെയാണ്? എ എന്ന് പറഞ്ഞ റീസണിന്റെ മുകളിലാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ റീസണിന്റെ മുകളിലാണ് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ളത്. ബിയിൽ നമ്മൾ എന്താക്കിയിട്ടില്ല? ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് ലോസ് സംഭവിച്ചത് എന്ത് കാരണം കൊണ്ടാ? A+B ആയപ്പോഴാണ് നമുക്ക് എന്തായത്? ലോസ് സംഭവിച്ചത്. എയും സംഭവിച്ചു, ബിയും സംഭവിച്ചപ്പോഴാണ് നമുക്ക് ലോസ് ഉണ്ടായിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ കേസസിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, കോസ പ്രോക്സിമ പ്രകാരം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമുക്ക് എ കാരണം കൊണ്ടാണ് ലോസ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെന്താക്കാൻ പറ്റും? നമുക്ക് അതിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഇൻ കേസ് ബി സംഭവിച്ചിട്ടാണ് ഈ ലോസ് സംഭവിച്ചത്, ബി സംഭവിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്റെ ഇൻസിഡന്റ് ഉണ്ടാകുന്നത്, അത് കാരണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോസ് ക്ലെയിം ചെയ്യാനൊന്നും ഈ ഒരു കാരണം കൊണ്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താക്കി? വീടിന്റെ മുകളിൽ രണ്ട് ഇൻഷുറൻസ് എടുത്ത്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കി? ഫയർ എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് എടുത്ത്. ഓക്കെ, രണ്ടാമത്തത് ബി ഒക്കെ നമ്മൾ തെഫ്റ്റ് എന്ന് പറഞ്ഞ റീസണിൽ നമ്മൾ രണ്ട് റീസൺസ് വെച്ച്. ഓക്കെ, നമ്മൾ ഇൻഷുറൻസ് എടുത്തത് ഫയറിന്റെ മുകളിലാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തത് എന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫയറിന്റെ മുകളിലാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തത്. ഓക്കെ, പക്ഷെ നമ്മൾ തെഫ്റ്റിന്റെ മുകളിൽ എന്താക്കിയിട്ടില്ല? ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ എന്താക്കി? കള്ളം കയറിയിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുപോയി. ഓക്കെ, കൊണ്ടുപോയി നമുക്ക് നല്ലൊരു ലോസ് സംഭവിച്ചു. ആ പോകുന്ന സമയത്ത് കള്ളൻ എന്താക്കി? ചെറുതായിട്ട് നമ്മൾ വീടും അങ്ങോട്ട് കത്തിച്ച സമയത്ത് നമുക്ക് ഒന്നും കൂടി ഡാമേജ് ഉണ്ടായി. ഇവിടെ നമ്മൾ എടുത്ത ഇൻഷുറൻസ് പ്രകാരം നമ്മൾ സെക്കൻഡ് ആണ് എന്താക്കുന്നത്? നമ്മുടെ ഇവന്റ് നടക്കുന്നത് അല്ലേ? നമ്മുടെ ഈ ഒരു ലോസ് സംഭവിക്കുന്നത് സെക്കൻഡ് ആണ്. പക്ഷെ ആദ്യമായിട്ട് തെഫ്റ്റ് സംഭവിച്ചിട്ടാണ് നമുക്ക് ലോസ് ഉണ്ടായത്. അതിന്റെ മുകളിലാണ് നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ കേസ് ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ കേസ് വരുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രധാനമായിട്ടും ഈ ആദ്യം സംഭവിച്ച ഇൻസിഡന്റ് പ്രകാരമായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താക്കില്ല? പോസിബിലിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡയറക്റ്റ് കോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രകാരം മീൻസ് ആദ്യം സംഭവിക്കുന്നത് ഫയർ സംഭവിച്ചിട്ട് കുറെ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ പിന്നെ ആളുകൾ വന്ന് തീയൊക്കെ കെടുത്താൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ കുറച്ച് സാധനങ്ങൾ എന്തായി തെഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ആ ഡയറക്റ്റ് കോസ് ആണെങ്കിൽ നമുക്ക് അത് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കോസ പ്രോക്സിമ എന്ന് പറഞ്ഞിട്ടോ. ക്ലെയിം മണി ഓൺലി ഇഫ് ദി നിയറസ്റ്റ് കോസ് ഇസ് ഇൻഷുർഡ് അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ. ഓൺലി ദി പ്രോക്സിമേറ്റ് കോസ്, നിയറസ്റ്റ് കോസ് എന്താണോ, വിൽ ബി കൺസിഡർഡ് വെൻ ദർ ആർ സെവറൽ കോസസ് ഓഫ് ഡാമേജ്. പല കോസുകൾ, ഇനിയിപ്പോ എ അല്ല, ബി അല്ല, സി നടന്നിക്കണമെന്ന് വിചാരിക്കുക, ഒരു ഇൻഷുറൻസ് ഇങ്ങനെ നടന്നിക്കണമെന്ന് വിചാരിക്കുക. ഇതിൽ നമ്മുടെ എന്താണോ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് ആ ഒരു കോസ് ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ കോസ് അവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോസിനുള്ളത് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റേ നമുക്ക് എന്താക്കാൻ പാടില്ല? ക്ലെയിം ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇതാണെന്ത് നമ്മൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ കോസ പ്രോക്സിമ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി അടുത്ത ഐ ആണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷുർഡ് മസ്റ്റ് ഹാവ് സം ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദി ഒബ്ജക്റ്റ്. നമുക്ക് അതിന്റെ മുകളിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന പ്രോഡക്റ്റിന്റെ മുകളിലോ വസ്തുവിന്റെ മുകളിലോ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, അതായത് അതിന് ലോസ് സംഭവിച്ചാൽ നമുക്ക് അതൊരു വലിയ ലോസ് ആയിട്ട് ഫീൽ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ വണ്ടിന്റെ മുകളിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, എന്റെ ഫ്രണ്ടിന്റെ വണ്ടിന്റെ മുകളിൽ എനിക്ക് ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല. ഓക്കെ, സോ പ്രോപ്പർട്ടി ഓർ ലൈഫ് വിച്ച് ഹി ഈസ് ഇൻഷുർഡ്. Okay, according to this principle, the insured person must have insurable interest in the life or the property insured. നമ്മളൊരു പ്രൊഡക്റ്റ് മുകളിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ആ വ്യക്തിക്ക്, ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് എന്താവണം? ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അതായത് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അത് ലോസ് ആയി കഴിഞ്ഞാൽ ലോസ് ആയി എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം.
വേറൊരാളുടെ പ്രൊഡക്റ്റിന്റെ മുകളിലോ വേറൊരാളുടെ ലൈഫിന്റെ മുകളിലോ നമ്മൾ എന്താക്കാൻ പാടില്ല, ഇൻഷുറൻസ് എടുക്കാനോ മറ്റു പാടില്ല. Okay, otherwise he cannot claim the insurance at the time of loss. And no person can enter into a contract of insurance unless he has insurable interest in the subject matter of insurance. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ, സബ്ജക്ട് മാറ്റർ എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് ആട്ടോ, അതിന്റെ മുകളിൽ എനിക്ക് ഇൻഷുറബിൾ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കാൻ പാടില്ല, ഒരിക്കലും ഇൻഷുറൻസോ കാര്യങ്ങളോ അതിന്റെ മുകളിൽ എടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ വണ്ടിന്റെ മുകളിൽ, എൻ്റെ ഫോണിന്റെ മുകളിൽ, എൻ്റെ ലൈഫിന്റെ മുകളിൽ മാത്രമേ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് അതിന്റെ മുകളിൽ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ലോസ് സംഭവിച്ചാൽ ഞാൻ അത് സഹിക്കേണ്ടി വരും. അല്ലാതെ ബാക്കിയുള്ള ഒരാൾ എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിന്റെ മുകളിൽ, ഫ്രണ്ടിന്റെ ഫോണിന്റെ മുകളിൽ, ഫ്രണ്ടിന്റെ ലൈഫിന്റെ മുകളിൽ ഞാൻ ഇൻഷുറൻസ് എടുത്തത് കാര്യമില്ല. കാരണം അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. Clear? This is called as insurable interest, principle of insurable interest. Okay, and the last one but not the least, principle of contribution. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എന്താണ്, an insurer can insure the same subject matter with 2 or more insurance companies, but he can claim the compensation only to the extent of actual loss, either from all insurer or from any one insurance. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റിന് മുകളിൽ, നമ്മളൊരു ബൈക്കിന്റെ മുകളിൽ നമ്മൾ എന്താക്കി, ഒരു ഇൻഷുറൻസ് എടുത്തു. ഓക്കെ, ഫ്രം എ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്നും ബി എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നമ്മൾ 2 ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ബൈക്കിന്റെ മുകളിലാണ് 2 ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്. ഈ ബൈക്ക് എന്തായി, ആക്സിഡന്റ് ആയി നമുക്ക് ഏകദേശം ഒരു 1 lakh rupees ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു എ കമ്പനിയിൽ നിന്ന് മാത്രം 1 lakh ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ എനിക്ക് എന്താക്കാൻ പറ്റും, ബി കമ്പനിയിൽ നിന്ന് മാത്രം എന്താക്കാൻ പറ്റും, ബി കമ്പനിയിൽ നിന്ന് മാത്രം 1 lakh ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? അല്ലാതെ ഞാൻ ഒരിക്കലും ഇതേ പ്ലസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൂടി എന്താക്കരുത്, 2 lakh എനിക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതല്ല. ക്ലിയർ? ഒന്നെങ്കിൽ എന്താക്കാം, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കണം, രണ്ടൊന്നും കൂട്ടിയിട്ട് എ പ്ലസ് ബി എന്നുള്ള രീതിയിൽ ഞാൻ എയിൽ നിന്നും 50,000 വാങ്ങിക്കാം, പ്ലസ് ബിയിൽ നിന്നും 50,000 വാങ്ങിക്കാം. ഓക്കെ, അങ്ങനെ എനിക്ക് 1 lakh ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു കമ്പനിയിൽ നിന്നും മാത്രമുള്ളത് എടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല, 2 കമ്പനിയിൽ നിന്നും കൂട്ടിയിട്ട് നമുക്ക് വലിയൊരു എമൗണ്ടിനുള്ള പ്രോഫിറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. എക്സ്ട്രാ പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യുന്ന മാതിരിയോ അത് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. അത് ഇൻഷുറൻസിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ക്ലെയിമോ കാര്യങ്ങളോ കിട്ടുന്നതായിരിക്കില്ല. അപ്പം ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിച്ച പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കുക, ഒരു കമ്പനിയിൽ നിന്നും മാത്രം ഇൻഷുറൻസ് എടുക്കുക, അല്ലെങ്കിൽ എന്താക്കുക, 2 കമ്പനിയിൽ നിന്നും അതിന്റെ പകുതി എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്താക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. അല്ലാതെ നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് ചെയ്ത എമൗണ്ടും അടുത്ത കമ്പനി ഇൻഷുറൻസ് എടുത്ത എമൗണ്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് വലിയൊരു എമൗണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് സർവീസിലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അടിപൊളിയാക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പഠിക്കാൻ എളുപ്പമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.